അസ്സലാമലൈക്കും. ഹായ് ഹലോ. ഇന്നത്തെ നമ്മുടെ വ്ലോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. നമ്മളിവിടെ കുഴപ്പമൊന്നുമില്ലാണ്ട് അങ്ങനെ പോകുന്നുണ്ട് സമാധാനമായിട്ട്. അപ്പോൾ വോട്ടിന് ഇക്ക വന്നിട്ടുണ്ടായിരുന്നു. ഇത് വ്യാഴാഴ്ചത്തെ ഡേ ആണ്, വ്യാഴമാണ് നമ്മുടെ ഇവിടെ വോട്ടുണ്ടായിരുന്നത്. അപ്പോൾ ബുധനാഴ്ച രാത്രി എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എത്തിയാൽ നിങ്ങൾക്കറിയാലോ പെട്ടി പൊട്ടിക്കൽ ചടങ്ങാണ് എന്നുള്ളത്. അപ്പോൾ അഴുക്ക് ഡ്രസ്സൊക്കെ എടുത്തിട്ട് ഞാൻ വേഗം കൊണ്ടുപോയി വാഷിങ്ങിന് ഇട്ടു. പാല് വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് പണികളൊക്കെ ബാക്കിയുണ്ട്. അത് ബാക്കിയുണ്ടെന്നല്ല വേഗം ചെയ്ത് തീർക്കാമെന്ന് വിചാരിച്ചു. ഇന്നലെ റിഹാനും ഉമ്മയും കൂടെ പുറത്തു പോയപ്പോൾ കുറേ സാധനങ്ങൾ മേടിച്ചിട്ടുണ്ടായിരുന്നു. അതൊന്നും ഞാൻ ബക്കറ്റിലൊന്നും ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അതെല്ലാം ഒന്ന് പുറത്തെടുത്തിട്ടുണ്ട്. പരിപ്പ്, ഉഴുന്ന്, പഞ്ചസാര, പിന്നെ എല്ലാ കടലവർഗ്ഗങ്ങളും ഒക്കെ എടുത്തിട്ടുണ്ട്. ഈ മാസം നമുക്ക് ലുലുവിൽ പോകാൻ സമയമില്ലാത്തതുകൊണ്ട് നമ്മൾ ഇവിടുന്ന് അടുത്തുനിന്ന് ഒരു കടയിൽ നിന്നാണ് കേട്ടോ ഇതെല്ലാം മേടിച്ച്. കഞ്ചിക്കോടുന്ന് കുട്ടികൾക്ക് എക്സാമൊക്കെ ആയില്ലേ, ഇനിയിപ്പോൾ അതിൻ്റെ ഇടയിൽ പോകണ്ടെന്ന് വിചാരിച്ചു നമ്മൾ. അപ്പോൾ എല്ലാ സാധനങ്ങളും എടുത്ത് വെച്ച് ഞാനിതാ കവറൊന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. കടലൊന്ന് വെള്ളത്തിലിടുന്നുണ്ട്. ഇതുപോലെ 1/2 കിലോ ആണ് ഞാൻ ഒന്നിച്ചിട്ട് വെക്കുന്നുണ്ട്. നമുക്ക് 2 ആയിട്ട് ഇത് വെക്കാം. ഒന്ന് ഉപ്പേരിയാക്കുക, അല്ലെങ്കിൽ മസാല ആക്കുക. അധികം ഞാൻ മസാല തന്നെയാട്ടോ ആക്കുന്നത്. വൈകുന്നേരത്തേക്ക് ഉണ്ടാക്കാമെന്നാണ് പ്ലാൻ ചെയ്ത്. പക്ഷെ വൈകുന്നേരം ആയപ്പോഴത്തേക്കും പ്ലാനൊക്കെ മാറി. വെള്ളത്തിലിട്ട കടല ഞാൻ ഫ്രിഡ്ജിൽ കയറ്റി വെച്ചു. പിന്നെ പിറ്റേ ദിവസം ഉണ്ടാക്കാമല്ലോ എന്ന് വിചാരിച്ചു. അങ്ങനെ പരിപ്പൊന്ന് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ പഞ്ചസാര എടുത്തിട്ടുണ്ട് കേട്ടോ. അതിനെ പകുതി എടുത്തുകൊണ്ട് നമ്മുടെ ബോട്ടിലാക്കി പകുതി മാറ്റിയും വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ലഞ്ചിന് വലിയ സംഭവങ്ങളൊന്നുമില്ല, പക്ഷെ ഒരു സ്പെഷ്യൽ കറി ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഫുള്ളായിട്ട് വീഡിയോ കാണണം. പാല് കഴിഞ്ഞതിന് മുമ്പായിട്ട് ഞാനിതാ വേഗം പരിപ്പൊക്കെ ഒന്ന് വേവിക്കാൻ വേണ്ടി വെച്ചു കേട്ടോ. പരിപ്പ് ചാറ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇക്കുണ്ടെങ്കിൽ പിന്നെ അധികം പരിപ്പ് ചാറാണ് ഉണ്ടാക്കാറ്. പിന്നെ റോസ്റ്റുമാണ് ഉണ്ടാക്കുന്നത്. അതിലേക്ക് പരിപ്പ് ചാറ് എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ. നമ്മുടെ പാലക്കാടിലെ ഏറെക്കുറെ എല്ലാ വീട്ടിലും ഉണ്ടാക്കുന്ന ഒരു കറിയാണ് തോന്നുന്നു ഈ പരിപ്പ് ചാറ് എന്ന് പറയുന്നത്. അങ്ങനെ കടല കഴുകി വെള്ളത്തിലിട്ടു. പരിപ്പ് ചാറും ഉണ്ടാക്കാനുള്ള പരിപ്പും കഴുകി കുക്കറിലൊക്കെ ഇട്ട് സെറ്റാക്കി വെക്കുന്നുണ്ട്. പിന്നെ ചിക്കൻ ഇന്നലെ മേടിച്ചിട്ടുണ്ടായിരുന്നു, ഫ്രീസറിൽ വെച്ചിരിക്കുകയാണ്. അതിനെ പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ. അപ്പോൾ നമുക്കതിന്ന് കുറച്ച് ചിക്കൻ എടുക്കണം. പരിപ്പ് വേവിക്കുമ്പോൾ ഇച്ചിരി എണ്ണ ഒഴിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും കേട്ടോ. അങ്ങനെ ഞാൻ അരി ഉഴുന്ന് വെള്ളത്തിലിട്ടത് കുറച്ച് ആട്ടിയെടുക്കാനുണ്ടായിരുന്നു. കുറച്ച് മാവ് ഉണ്ടേനും പുളിച്ചത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് കുറച്ച് ആട്ടിയെടുത്തിട്ട് രണ്ടും കൂടെ മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമുക്ക് അധികം പുളിയില്ലാത്ത മാവ് കിട്ടുമല്ലോ, റോസ്റ്റ് ഉണ്ടാക്കാനും പറ്റും. ഇതൊക്കെ എൻ്റെ തട്ടിക്കൂട്ട് പരിപാടികളാണ് കേട്ടോ. ശരിക്കും തലേദിവസം തന്നെ ആട്ടി വെക്കണം. പിന്നെ മാവ് പുളിച്ചത് ഉണ്ടായത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്. അപ്പോൾ അത് ആട്ടിയെടുക്കുമ്പോഴത്തേക്കും പാല് വന്നിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ നമുക്ക് വേഗം ചായ വെക്കൽ പരിപാടികളൊക്കെ നോക്കാം അല്ലേ. ഞാൻ വെള്ളം തിളപ്പിച്ചിട്ട് പൊടി ഇടാൻ വേണ്ടിയിട്ട് വെള്ളം തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഒരു സ്റ്റൗവിൽ നമ്മുടെ പരിപ്പ്, പിന്നെ പെട്ടെന്ന് ആവാൻ വേണ്ടിയിട്ട് 8 മണിയാവാനായിട്ടൊന്ന് പാല് കിട്ടാൻ. അപ്പം ഞാൻ എന്ത് ചെയ്തു, 7:45 ചായ വെച്ച് കഴിയുമ്പോഴേക്ക് 7:45 അങ്ങനെ എന്തോ ആണ് എൻ്റെ ഒരു ഓർമ്മ. അപ്പോൾ ഒരു സ്റ്റൗവിൽ പാല് തിളപ്പിക്കാൻ വേണ്ടി വെച്ചു. പിന്നെ പരിപ്പിനെ ഞാൻ അവിടുന്ന് മാറ്റിയിട്ടോ. ഇനിയിപ്പോൾ പാല് തിളപ്പിക്കാൻ വേണ്ടി വെക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ 3 സ്റ്റൗവും ബിസിയായി. ഒന്നിൽ നമ്മൾ പൊടിയൊക്കെ ഇട്ട് കട്ടൻ ചായ പോലെ ആക്കിയെടുക്കുന്നുണ്ട്, സ്ട്രോങ് ആയിട്ട്. പിന്നെ ഞാൻ പാല് തിളച്ചിട്ട് അതങ്ങ് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ചായ ആയി കിട്ടുള്ളൂ. പെട്ടെന്ന് സമയം ലാഭിക്കാം നമുക്കങ്ങനെ. അപ്പം നമ്മൾ ചായപ്പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ ഈ ഒരു ചായപ്പൊടിയും കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം പഞ്ചസാരയും ചേർത്തി കൊടുക്കുന്നുണ്ട്. പിന്നെന്താ നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ പറയുക. എല്ലാവരും വോട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അല്ലേ. ഇന്നലെ കമൻറ്റ് കണ്ടായിരുന്നു. ഒരുപാട് പേര് ഇന്നലത്തെ നമ്മുടെ വ്ളോഗ് കണ്ടിട്ടില്ല, കണ്ട് സപ്പോർട്ട് ചെയ്യുക. ഇടയ്ക്ക് നമ്മുടെ വ്ളോഗ് ഇങ്ങനെ കുറേശ്ശെ വ്യൂ കമ്മിയായി വരാറുണ്ട്. അതൊരു അൽഗുരിതമാണെന്ന് തോന്നുന്നു യൂട്യൂബിൻ്റെ, എനിക്കറിയില്ല അതിനെക്കുറിച്ച്. പക്ഷെ ഞാൻ ഡെയിലി വ്ളോഗ് ഇടാൻ തന്നെയാണ് തീരുമാനിച്ചേക്കുന്നത്. അങ്ങനെ നമ്മൾ ആട്ടിയ മാവും പഴയ മാവും കൂടെ മിക്സ് ചെയ്ത് അവിടെ വെച്ചിട്ടുണ്ട്. പുറത്തുതന്നെ വെക്കുകയാണ് കേട്ടോ. കഴിക്കാനാവുമ്പോഴത്തേക്കും അത് ഒന്നും കൂടെ എന്താ പറയുക, ഫെർമനൻ്റ് ആയിക്കഴിഞ്ഞാൽ അടിപൊളിയല്ലേ എന്ന് വിചാരിച്ചു ഞാൻ. അങ്ങനെ നമ്മൾ ചായ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ചായ കുടിച്ചിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കാം അല്ലേ. പിഴിഞ്ഞെടുക്കുന്ന സ്വഭാവം മാറ്റൂല കേട്ടോ. കാരണം ഒരു 3 സിപ്പെങ്കിലും ചായ അതൊന്നും കിട്ടും.
കാരണം നമ്മുടെ ഇവിടെ മണിയായിട്ടുള്ള പൊടിയല്ലേ, ഡസ്റ്റ് അല്ലല്ലോ, അതുകൊണ്ടാണ് കേട്ടോ. അങ്ങനെ എല്ലാവർക്കും ചായ ആക്കിയിട്ട് റിഹാന്റെ ചായ ഞാനിവിടെ അടച്ചു വെക്കുന്നുണ്ട്. ഞാനൊരു ഫുള്ള് ഗ്ലാസ് ഒന്നും കുടിക്കൂല, എന്നോട് ചായ കൂടി കമ്മിയാക്കാൻ പറഞ്ഞിരുന്നു കേട്ടോ. ഫുള്ള് ഗ്ലാസ് ഒന്നും കുടിക്കൂല, എന്നാലും കുടിക്കും. അപ്പൊ ചായ അവിടെ കൊണ്ടുവച്ചിട്ട് ഞാൻ പരിപ്പ് ഇവിടെ വെക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം അത് അപ്പോഴത്തേക്കും വിസിലടിച്ചോളും, പിന്നെ കഷ്ണങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് മുറിച്ച് എടുത്താൽ മതിയല്ലോ. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് ചായ എല്ലാം കുടിച്ച ശേഷം ഞാൻ വേഗം പോയിട്ട്, അപ്പോഴേക്കും അയൻകുട്ടി എണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ വേഗം പോയി അവനക്കുള്ള പാലും കാര്യങ്ങളും റെഡിയാക്കിയിട്ട്, നമുക്ക് വോട്ട് ചെയ്യാൻ എപ്പോഴാണോ തിരക്ക് ഒഴിവ് ആവുക ആ ഒരു സമയത്തേക്ക് നമുക്ക് വേഗം പോകണം. അപ്പോഴേക്കും കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു വെക്കണം. പക്ഷേ ഇപ്രാവശ്യത്തെ വോട്ട് ചെയ്യാൻ വേണ്ടി പോയപ്പോൾ ഉണ്ടല്ലോ, ഒറ്റ മനുഷ്യനില്ലാത്ത അവസ്ഥയായിരുന്നു കേട്ടോ. അവിടെ ഒട്ടും തിരക്കുണ്ടായിരുന്നില്ല കേട്ടോ. നമ്മൾ വോട്ട് ചെയ്യാൻ പോയി കഴിഞ്ഞു പോന്നു, അങ്ങനെയായിരുന്നു കേട്ടോ. അത്രേ ഉള്ളൂ, ഇതേ പോയി അധികം ഒന്നു എന്ന് പറഞ്ഞ പോലെ. വീഡിയോ കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ടൊരു കുട്ടി കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് തന്നെ വീഡിയോ കിട്ടി ജിനി. ഇന്ന് ഡ്രസ്സൊക്കെ ഇട്ടിട്ട് കണ്ടപ്പോൾ അടിപൊളി. എനിക്കും ജിമ്മിൽ പോകാനൊരു പൂതിയൊക്കെ വരുന്നു. ജിം നിർത്തരുത് കേട്ടോ, ഹെൽത്തി ആയി ഇരിക്കാമല്ലോ. അതെ, ജിമ്മ് നിർത്തണമൊന്നുമില്ല, അതങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകണമെന്ന് വിചാരിച്ചിട്ട് തന്നെയാണ്. പിന്നെ നമ്മളൊക്കെ കുറച്ച് അടിപൊളിയായി സ്റ്റൈൽ ചെയ്ത് ഡ്രസ്സൊക്കെ ഇട്ടാണ്ടല്ലോ, നമ്മളെ 19s കിഡ്സിനെ വെല്ലുവിളിക്കാൻ ആരും ഉണ്ടാവില്ല. പക്ഷേ നമ്മളൊന്നും ശരി, ഇപ്പോഴത്തെ ആൾക്കാരൊക്കെ അങ്ങ് ജീവിച്ചു പോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഈ കോലത്തിലൊക്കെ നടക്കുന്നതാ. ശരിക്കും അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊക്കെ ഒന്ന് മനസ്സറിഞ്ഞു ഉടുത്ത് ഒരുങ്ങി അങ്ങ് വന്നു കഴിഞ്ഞാ അല്ലേ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എൻ്റെ ആ ഒരു ഡ്രസ്സിങ്, എല്ലാവർക്കും ഇഷ്ടമായി, കണ്ടവർക്കൊക്കെ ഇഷ്ടമായി. ഞാൻ സ്റ്റാറ്റസ് ഒക്കെ വെച്ചിരുന്നു, അപ്പോൾ കുറേ കമൻസ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാനിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു സ്പെഷ്യൽ ചിക്കൻ കറി ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളത്. അത് കാന്താരി ചിക്കൻ കറിയാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്. നമുക്ക് അമ്പാരി ഫുഡ് പ്രോഡക്റ്റിൻ്റെ തന്നെ കാന്താരി ചിക്കൻ മസാല നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇവരുടെ എല്ലാ പ്രോഡക്റ്റും ഭയങ്കര ക്വാളിറ്റി ഉള്ളതാണ്. നമ്മൾ ഈ കാന്താരിയൊക്കെ കൊളസ്ട്രോൾ കുറയ്ക്കുന്നുള്ളതൊക്കെ പണ്ട് മുതലേ നമ്മളെ അമ്മമാരും ഒക്കെ പറയണ കേട്ടിട്ടുണ്ട് കേട്ടോ ഞാൻ. അപ്പോൾ ഇന്ന് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. ഭയങ്കര ഈസിയാണ്, അതേപോലെ ഭയങ്കര സ്മെല്ലും കാര്യങ്ങളുമാണ് കേട്ടോ. നമ്മൾ വേറെ മസാലയൊന്നും ആഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. മല്ലിപ്പൊടി, മുളക് പൊടി ഇങ്ങനെയൊന്നും ഇട്ടിട്ട് ഇത് വൃത്തികേടാക്കരുത്. ഉണ്ടാക്കുമ്പോൾ നമ്മുടെ ഈ ഒരു ചിക്കൻ മസാല മാത്രം യൂസ് ചെയ്താൽ മതി കേട്ടോ. അതായത് നമ്മൾ എണ്ണയോ നെയ്യോ എടുക്കുക, ഒരു വലിയുള്ളി 1 kgക്കുള്ള അളവാണ് കേട്ടോ ഞാൻ പറയുന്നത്. ഒരു വലിയുള്ളി ഒന്ന് വഴറ്റിയിട്ട്, പിന്നെ ഇതാ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 സ്പൂൺ ചേർത്തിട്ട്, ഒരു തക്കാളി, ഇത്ര മാത്രം മതി കേട്ടോ. വേറെ ഒന്നും നമുക്ക് ഇതിലോട്ട് ആവശ്യമില്ല. അത് നന്നായിട്ടൊന്ന് വഴണ്ട് വന്ന ശേഷം നമ്മുടെ ഈ ഒരു ചിക്കൻ മസാലയിൽ നിന്ന് 2 സ്പൂൺ മതി. ഇനി അഥവാ നിങ്ങൾക്ക് കുറച്ചും കൂടെ എരിവ് വേണമെന്നുണ്ടെങ്കിൽ 1 സ്പൂണും കൂടെ എക്സ്ട്രാ എടുത്തോളൂ കേട്ടോ. അപ്പോൾ 2 ടേബിൾ സ്പൂൺ നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുത്താൽ, കൂടെ ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുത്താൽ മതി. വേറെ മല്ലിപ്പൊടി, മുളക് പൊടി ഒന്നും ആഡ് ചെയ്ത് കൊടുക്കരുത്. ഇനി അഥവാ നിങ്ങൾക്ക് കളറ് കുറച്ച് കിട്ടണം എന്നുണ്ടെങ്കിൽ, ഒരു ഗ്രീനിഷ് റെഡും കൂടെ മിക്സ് ചെയ്ത കളർ വേണമെന്നുണ്ടെങ്കിൽ ഒരു സ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം. പക്ഷെ ഞാൻ ഇതൊന്നും ചേർത്തിട്ടില്ല കേട്ടോ. നമ്മുടെ ഈ കാന്താരിയുടെ ചിക്കൻ മസാല മാത്രം ചേർത്തി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മുടെ നെയ്യൊന്ന് തെളിയണ വരെ ഞാൻ കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ 1 kg ചിക്കൻ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആ ഒരു ഗ്രീൻ കളറ് അടിപൊളിയായിട്ട് തന്നെ ഉണ്ട് കേട്ടോ. അത് മാത്രമല്ല നല്ല മണമായിരുന്നു, വീട് മൊത്തം മണം. ആ ഒരു കാന്താരിയുടെ മണം അറിയാലോ, കാന്താരി ഇങ്ങനെ കടിക്കുമ്പോഴുള്ള ഒരു മണം ഇങ്ങനെ അതേപോലെ തന്നെയായിരുന്നു കേട്ടോ അതിൻ്റെ എരിവും. അതേപോലെ ഈ ഒരു പ്രോഡക്റ്റിൽ വേറെ ആർട്ടിഫിഷ്യൽ കളറോ പിന്നെ കെമിക്കൽസോ ഒന്നുമില്ല കേട്ടോ. നല്ല വിശ്വസിച്ച് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ആമസോണിൽ, ഫ്ലിപ്കാർട്ടിൽ, മീഷോയിലൊക്കെ അവൈലബിൾ ആണ്. UAE വരെ നമുക്കിത് കിട്ടുന്നുണ്ട് കേട്ടോ. ഞാൻ എന്തായാലും അവരുടെ കോൺടാക്ട് നമ്പറും കാര്യങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കാം. എനിക്ക് എന്തായാലും ഭയങ്കര ഇഷ്ടമായി. നമ്മുടെ വീട്ടമ്മമാർക്കൊക്കെ പെട്ടെന്ന് ഗസ്റ്റൊക്കെ വരുമ്പോൾ അവർക്കൊക്കെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ ഭയങ്കര ഒരു ഇതായിരിക്കും കേട്ടോ. കാരണം അത്രയും അടിപൊളിയായിട്ടുണ്ട്. വിരുന്നുകാരെ ഞെട്ടിക്കാൻ പറ്റുന്ന ഒരു ഐറ്റം എന്നൊക്കെ പറയില്ലേ, ശരിക്കും അതന്നെയാണ്. ഇനി നമുക്ക് ഇതൊന്നും കൂടെ കുറുക്കിയെടുക്കണം. നിങ്ങൾക്ക് ഇനി ചിക്കൻ ഫ്രൈ ഒക്കെ ഉണ്ടാക്കുമ്പോൾ അതിലൊന്ന് കുറച്ച് ഈ മസാല ആഡ് ചെയ്ത് കൊടുത്താൽ ഇതിൻ്റെ ഒരു പ്രത്യേക ഫ്ലേവർ തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ ഇതാ ആ ഒരു കളറൊന്നും പോവാണ്ട് ഒരു ഗ്രീനിഷ് കളറായിട്ട് തന്നെ നമുക്കിത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല കപ്പയിൽക്കൊക്കെ അടിപൊളിയായിരിക്കും. ഞാൻ എന്തായാലും ചോറിൽക്കാണ് കേട്ടോ ഇത് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്.
പിന്നെ അമ്പാരി ഫുഡ് പ്രോഡക്ട്സ് തന്നെയാണ് കാന്താരി മുളക് പൊടി ഉണ്ട്, കാന്താരി മട്ടൻ മസാല, കാന്താരി ചിക്കൻ മസാല, കാന്താരി ഫിഷ് മസാല എന്നൊക്കെ പറഞ്ഞ് കുറേ പ്രോഡക്റ്റ് ഉണ്ട് കേട്ടോ. എല്ലാം നമുക്ക് മീഷോയിലും ഫ്ലിപ്കാർട്ടിലും ആമസോണിലൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ വേണം എന്നുള്ളവർ നമുക്ക് കയറിയിട്ട് വാങ്ങിക്കുക. അതേപോലെ ഞാൻ അവരുടെ കോൺടാക്ട് നമ്പർ കൊടുക്കുകയും ചെയ്യാം. എനിക്ക് എന്തായാലും ഭയങ്കര ഇഷ്ടമായി. നല്ല ഒരു ക്വാളിറ്റി പ്രോഡക്റ്റ് തന്നെയാണ്. പാക്കിങ്ങും എല്ലാം അടിപൊളി സ്റ്റാൻഡേർഡ് ആയിട്ടുണ്ട്. വിശ്വസിച്ച് വാങ്ങിക്കാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ചിക്കൻ കറി അവിടെ ഇരിക്കട്ടെ അല്ലേ, കുറച്ച് കഴിഞ്ഞിട്ട് എടുത്ത് നോക്കാം. ഇപ്പം ഞാൻ നമ്മുടെ സ്ഥിരം പരിപ്പ് ചാറൊന്ന് ഉണ്ടാക്കിയിട്ട് എടുക്കട്ടെ കേട്ടോ. നമ്മുടെ പരിപ്പൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇന്ന് മുരിങ്ങക്കായ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത്യാവശ്യം നല്ല വിലയുണ്ട് തോന്നുന്നു ഇപ്പോൾ മുരിങ്ങക്കായ്ക്ക്. അപ്പോൾ അതൊക്കെ ഒന്ന് ഞാൻ ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട്. കുമ്പളങ്ങ, മാങ്ങ, ഓൾമോസ്റ്റ് പരിപ്പ് ചാറിലേക്ക് വേണ്ട എല്ലാ സംഭവവും നമുക്ക് ഇന്ന് കിട്ടിയിട്ടുണ്ട്. സാമ്പാറിലേക്കും സെയിം ആണ്. മാങ്ങ ഇല്ലാണ്ട് ബാക്കി എല്ലായിടത്തും സാമ്പാറിലേക്ക് സെയിം സംഭവങ്ങൾ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ വെജിറ്റബിളൊക്കെ ഞാൻ വേഗം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് കഴുകിയെടുക്കണം കേട്ടോ. അതുപോലെ ഒരു വലിയുള്ളിയും പിന്നെ ഒരു 3-4 വെളുത്തുള്ളിയും കൂടെ ഞാൻ കഴുകി അതിലോട്ട് മുറിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു തക്കാളി, മാങ്ങയൊക്കെ ചേർത്തി കൊടുക്കണം. അപ്പം ഞാനത് വേവിക്കാനുള്ള വെള്ളമൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ സാധാരണ വെക്കണ പോലെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഉപ്പൊക്കെ ഇട്ടിട്ട് വേവിക്കാൻ വേണ്ടി വെക്കുക. പരിപ്പിച്ചാറ് ഞാൻ കുറേ കാണിച്ചിട്ടുണ്ട്, എന്നാലും കാണാത്ത ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വീണ്ടും കാണിച്ചത് കേട്ടോ. ഇത് അടച്ചു വെച്ചിട്ട് വേവിക്കുക, അത്രയേ ഉള്ളൂ. ഞാൻ ഒരു തക്കാളിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്, മാങ്ങയുടെ ഒരു ഭാഗത്തെ പീസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അധികം പുളിയില്ലാത്ത മാങ്ങ ചേർക്കുമ്പോൾ അതിൻ്റെ മണവും ആവശ്യത്തിൻ്റെ പുളിയേ ഇറങ്ങുള്ളൂ കേട്ടോ. പിന്നെ ജിനി താങ്ക്സ് വെയിറ്റ് ചെയ്യായിരുന്നു വീഡിയോക്ക്. ഞാൻ ദുബായിലാണ്, ഹാപ്പിയായി നീ കമൻറ്റ് വായിച്ചപ്പോൾ ഒന്ന് താങ്ക് യു സോ മച്ച്. ജിനിത്താക്ക് പാൻറ്റും ടീഷർട്ടും നന്നായിട്ട് ചേരുന്നുണ്ട്. താങ്ക് യു സോ മച്ച് മുത്തേ. പിന്നെന്താ, മുരിങ്ങ ഇല മലപ്പുറത്ത് ഞങ്ങളുടെ വീട്ടിൽ ഉണ്ടാക്കാറുണ്ട്. ഇങ്ങനെയല്ല, വെളിച്ചെണ്ണ ഒഴിച്ച് ചെറിയ ഉള്ളിയും പച്ചമുളകും ഇടും. അത് മൂത്ത് വരുമ്പോൾ കഞ്ഞിവെള്ളം ഒഴിക്കും. തിളയ്ക്കുമ്പോൾ ഇലയിട്ട് വേവിക്കും. എൻ്റെ തറവാട്ടിലും അങ്ങനെ തന്നെ ഉണ്ടാക്കുക. കാന്താരി മുളക് ഇടുക അതിൽ, അപ്പം നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. ഈ പറഞ്ഞ പോലെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അത് താളിപ്പ്. അതിൻ്റെ കൂട്ടത്തിൽ വല്ല മീനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ മതി കഴിക്കാൻ, സൂപ്പറായിരിക്കും. അപ്പം എന്തായാലും ഞാൻ അവിടെ കഷ്ണങ്ങളൊക്കെ വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അതിനുശേഷം അടിച്ചു വാരി എടുത്ത ശേഷം ഇതാ പാത്രങ്ങൾ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു, അതിനേക്ക് ഒന്ന് ഞാൻ എടുത്ത് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. പിന്നെന്താണ്, നമുക്ക് FBയിലും കുറേ കമൻറ്റ് വന്നിട്ടുണ്ട്. നല്ല മുരിങ്ങ എനിക്ക് ഇവിടെ ഒന്നും കിട്ടാനില്ല. മുരിങ്ങ കിട്ടാത്ത ഒരുപാട് പേരുണ്ട് അല്ലേ. നമ്മളവിടെ അത്യാവശ്യം ഇച്ചിരി തളിർത്ത് നിൽക്കുമ്പോഴേക്കും കുറേ ആൾക്കാർ വന്ന് ചോദിക്കാറുണ്ട് വലിച്ചിട്ട് പോട്ടെ എന്നൊക്കെ. അപ്പം നമ്മൾ ഓക്കെ എന്ന് പറയാറുണ്ട്. ചോദിക്കാണ്ട് വലിക്കുന്ന ആൾക്കാരുണ്ടോയെന്ന് അറിയില്ല. അപ്പം എന്തായാലും നമ്മളിതാ വേഗം അവിടേക്ക് ഇന്ന് ക്ലീനാക്കി ഇട്ടിട്ടുണ്ട്. കാരണം നമ്മുടെ മുരിങ്ങ മരം റോഡ് സൈഡിലാണ്. ജസ്റ്റ് ഇങ്ങനെ കൈ എത്തിക്കഴിഞ്ഞാൽ പെട്ടെന്ന് കിട്ടും. നമ്മളിങ്ങനെ ജനലിൻ്റെ ഉള്ളിൽ കൂടെ നോക്കുമ്പോൾ ഏതൊക്കെയോ മുത്തശ്ശിമാരൊക്കെ ഇങ്ങനെ വലിച്ചിട്ട് പോകണം ഞാൻ കാണാറുണ്ട്. നമുക്കൊന്നും അറിയില്ല കേട്ടോ ആരാണെന്നുള്ളതൊന്നും. പിന്നെ വലിച്ചിട്ട് പോകണം ഒരു പോട്ടെ എന്ന് വിചാരിക്കുകയും ചെയ്യും കേട്ടോ. പിന്നെന്താ, ജിനി ഇട്ടിരിക്കുന്ന ചുരിദാർ മെറ്റീരിയൽ ലാവൻഡർ കളർ ഞാൻ കഴിഞ്ഞ ദിവസം വാങ്ങി. റിലയൻസ് ട്രെൻഡിൽ നിന്ന് വാങ്ങിച്ച്. അയ്യോ, ഇത് എത്ര വർഷം മുന്നേ ഉള്ളതാണെന്നറിയോ? ആ മോഡൽ ഇപ്പോഴും ഉണ്ടോ? ഞാൻ അന്ന് മേടിക്കാൻ പോയിട്ട് 3 എണ്ണം കളർ ചേഞ്ച് വാങ്ങി. ഒരു ബ്ലാക്ക്, ഒരു റോസ്, പിന്നെ ഒന്ന് ഈ ഒരു ബ്ലൂ കേട്ടോ. ശരിക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട്, കംഫർട്ടാണ് അത് ഇടാൻ. പക്ഷെ അതിപ്പോഴും ഇറങ്ങുന്നുണ്ട് എന്നുള്ളത് അറിയില്ല കേട്ടോ. ഞാൻ റിലയൻസ് ട്രെൻഡിൽ നിന്ന് വാങ്ങിച്ചതാണ്. നീ എവിടുന്ന് വാങ്ങിച്ചെന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യുക. അങ്ങനെ കഷ്ണങ്ങളൊക്കെ വെന്തിട്ടുണ്ട്. ഞാൻ പരിപ്പ് അതിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒന്ന് തിളച്ച് വന്നപ്പോഴത്തേക്കും തേങ്ങ അരച്ചിട്ട് അതും ചേർത്തി കൊടുക്കുക. ഒരു തേങ്ങ ഫുള്ള് എടുക്കുന്നുണ്ട്. നമുക്ക് ഈ ഒരു ചട്ടി പരിപ്പിച്ചാറ് വെച്ചാൽ, എൻ്റെ കറി ഇങ്ങനെ ലൂസായിട്ടാണ് ഞാൻ ഇറക്കി വെക്കുക. പക്ഷെ ഇത്തിരി കഴിയുമ്പോൾ കട്ടി വരും, പരിപ്പൊക്കെ ഒന്ന് കട്ടിയാകും. അതിനാണ് കേട്ടോ, കറക്റ്റ് കട്ടിയായിരിക്കും. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ. പലരും ഇങ്ങനെ എന്തെങ്ങനെ ലൂസിൽ കറി ഉണ്ടാക്കണേ ചോദിക്കും. പിന്നെ കടുകും ജീരകവും കറിവേപ്പിലയും വെളുത്തുള്ളിയും താളിച്ചെടുത്തിട്ട് അതിലോട്ട് ഒഴിച്ച് അങ്ങ് അടച്ചു വെച്ചിട്ടുണ്ട്. അതിൻകുട്ടി വേഗം വന്ന് പ്ലേറ്റുകളൊക്കെ ഒന്ന് എടുത്ത് വെക്കണം കേട്ടോ. ഇനി നമുക്ക് കറിയൊക്കെ കൊണ്ടുവന്ന് വെക്കണം. ഓരോരുത്തർക്കായിട്ട് റോസ്റ്റ് ഉണ്ടാക്കി എടുക്കണം. അത്രേ ഉള്ളൂ. ഞാൻ കറി 2 പാത്രത്തിൽ അങ്ങ് വിളമ്പി വെച്ചു. പിന്നെ കഴിക്കണതിൻ്റെ ഇടയിൽ ഇങ്ങനെ വിളമ്പാൻ പോകണ്ടല്ലോ എന്ന് വിചാരിച്ചു. അത്രയും കറി കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കുമ്പോൾ ഒരാഴ്ചത്തേക്കാണോ ജിനിത്ത കറി വെച്ചതെന്ന്? അല്ല, കഴിഞ്ഞു. നാളെ ഉച്ചയ്ക്ക് എടുക്കാൻ ഉണ്ടോ ചോദിച്ചാൽ ഉണ്ട്, ഇല്ലേ ചോദിച്ചാൽ ഇല്ല. അങ്ങനെയുള്ളൂ കേട്ടോ. ഇവിടെ കുട്ടികൾക്കൊക്കെ
ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ഈ ഒരു പരിപ്പ് ചാറ് ദോശയൊക്കെ ഉണ്ടാക്കുമ്പോൾ. ഞങ്ങൾക്ക് രാവിലെയാണ് കൂടുതൽ കറി വേണ്ടത് കേട്ടോ, ഉച്ചയ്ക്കൊന്നും അത്ര കറിയൊന്നും ആവശ്യമില്ല. അപ്പോൾ രാവിലെ ഈ ദോശ ഇഡലി ഇതിൻ്റെയൊക്കെ കൂടെ അത്യാവശ്യം കറി ഒഴിച്ച് കഴിക്കും എല്ലാവർക്കും. ആൾക്ക് ഭയങ്കര ഇഷ്ടമായി. വല്ല ബിരിയാണിയൊക്കെ കഴിക്കുന്ന പോലെ കഴിക്കണ കണ്ടില്ലേ. അങ്ങനെ ഉപ്പ് കുറവാണെന്ന് ഇക്ക പറഞ്ഞു. അപ്പോൾ പിന്നെ ഉപ്പൊക്കെ ഇട്ടൊന്ന് സെറ്റാക്കി. ഞാൻ ഉപ്പ് എപ്പോഴും ഒരുപാട് ഇടാറില്ല, പേടിയാണ് പെട്ടെന്ന് അങ്ങ് കൂടിയാലോ എന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ കഴിച്ചു കഴിഞ്ഞപ്പോൾ മൂപ്പരെന്നെ പാത്രമൊക്കെ എടുത്തിട്ട് വന്നിട്ട് എനിക്ക് കുറച്ച് കഴുകിയൊക്കെ തന്നു കേട്ടോ. കയ്യിൽ നിന്ന് വീണപ്പോൾ ആളൊന്ന് ഞെട്ടിപ്പോയി, പൊട്ടിയോ എന്ന് വിചാരിച്ചു. പക്ഷെ പൊട്ടൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ എല്ലാവരുടെയും കഴിക്കലും കഴിഞ്ഞ് ഞാനും കഴിക്കാൻ വേണ്ടിയിട്ടിരുന്നു. ഈ ഒരു നെയ് റോസ്റ്റ് ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ രാവിലെ 3 റോസ്റ്റ് കഴിക്കും. പഠിച്ചോനെ നിർത്തണം. ഫുഡ് കൺട്രോൾ പറയുന്ന സാധനം ഇപ്പം എനിക്കില്ല ശരിക്കും പറഞ്ഞാൽ. അങ്ങനെ കഴിക്കലൊക്കെ കഴിഞ്ഞ് ഞാൻ വേഗം ചായ വെക്കാൻ തുടങ്ങി. എങ്ങനെയെന്നറിയോ, ഞാൻ ഡയറ്റ് സ്റ്റാർട്ട് ചെയ്ത് അങ്ങനെ പോകും. പക്ഷേ ഇടയ്ക്ക് ബ്രേക്ക് ആയാണ്ടല്ലോ പിന്നെ എനിക്ക് പിടിച്ചാൽ കിട്ടൂല. അങ്ങനത്തെ ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ് അല്ലേ അത്. ഫുഡ് ക്രേവിങ്സ് ഭയങ്കര ഒരു പ്രശ്നമായിട്ട് വരുന്നുണ്ട്. ഈ ഒരു എന്തുകൊണ്ടാണ് അങ്ങനെയെന്ന് ഞാൻ ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു നല്ല പെട കിട്ടാത്തതിൻ്റെ പ്രശ്നമാണ് എന്നാ പറഞ്ഞത് കേട്ടോ. അങ്ങനെ നമ്മൾ ചായ റെഡിയാക്കി. ഇനി ചായ എല്ലാം കുടിക്കണം. പിന്നെന്താണ്, ലഞ്ചിന് ചോറ് മാത്രം വെക്കുക, സാലഡ് കട്ട് ചെയ്ത് വെക്കുക, ചിക്കൻ ഉണ്ടല്ലോ അത്ര മാത്രം മതി. ഇന്ന് ഉപ്പേരി കാര്യങ്ങളൊന്നും ഉണ്ടാക്കുന്നില്ല. പിന്നെ ഇന്നലെ ഉണ്ടാക്കിയ പുളിക്കുളമ്പോ അല്ല മുളക് വറുത്ത പുളി അത് കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ അതൊന്ന് തിളപ്പിക്കാൻ വേണ്ടി വെച്ചു. ഉമ്മ അവിടെ ഡ്രസ്സുകളൊക്കെ ഒന്ന് തോരിയിടുകയാണ്. വേസ്റ്റൊക്കെ കൊണ്ടുപോയി കളഞ്ഞ ശേഷം നമ്മൾ പാത്രമൊക്കെ കഴുകാൻ വേണ്ടിയിട്ട് നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയിൽ അരി കഴുകി ചോറ് ആക്കാൻ വേണ്ടി വെച്ചു. നമ്മുടെ ചിക്കൻ ഒന്നും കൂടെ കുറുകാൻ വേണ്ടി ഞാൻ അവിടെ ഒന്നും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നെക്സ്റ്റ് കുളിക്കണം, വേഗം റെഡിയാക്കണം. എല്ലാവരും വോട്ട് ചെയ്യും പോകുന്നതിൻ്റെ മുമ്പായിട്ട് ഗെറ്റ് റെഡി വിത്ത് മീ എടുത്തിരുന്നു. ഞാനും വിചാരിച്ചു എനിക്ക് എടുക്കണം എന്ന്, പക്ഷെ നടന്നില്ല. ഇവരൊക്കെ എങ്ങനെയാണ് എടുക്കുന്നതെന്ന് ഞാൻ ആലോചിക്കും. എനിക്ക് തിരക്കിട്ട് എങ്ങോട്ടെങ്കിലും പോകുമ്പോൾ പിന്നെ ഞാൻ ആലോചിക്കും, ഇവർ തലേ ദിവസം വീഡിയോ എടുത്ത് വെച്ചിട്ട് പിറ്റേ ദിവസം ബാക്കിയുള്ള വീഡിയോ എടുക്കുകയാണോ ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്യുന്ന ആൾക്കാർ. അങ്ങനെ വല്ല ആർക്കെങ്കിലും അറിയണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. എനിക്ക് അറിയാൻ വേണ്ടിയിട്ടാണ്. എനിക്ക് പറ്റുന്നില്ല, സമയം തികഞ്ഞില്ല. അത് കാരണം ഞാൻ ഗെറ്റ് റെഡി വിത്ത് മീ ഒന്നും എടുത്തില്ല. എങ്ങനെയൊക്കെയോ റെഡി ആയിട്ട് ഓടിപ്പോയിട്ട് പിന്നെ വേഗം വന്ന് തുടക്കുകയൊക്കെ ചെയ്തു. അതിനുശേഷം വേഗം വന്ന് തുടയ്ക്കലും കഴിഞ്ഞ് പോയി കുളിച്ച് ഞാൻ കുട്ടികൾക്കും വാപ്പാക്കും ഒക്കെ ചോറ് കൊടുക്കാമെന്നും പറഞ്ഞ് വരുമ്പോഴാണ് ഇക്ക അവിടെ തീരെ തിരക്കില്ലത്ര, നമുക്ക് വേഗം പോകാമെന്ന് പറഞ്ഞു. പിന്നെ അതൊക്കെ അവിടെ ഇട്ടിട്ട് ഞങ്ങൾ എല്ലാവരും കൂടെ പോയി. ഞാനും ഇപ്പോൾ ഉമ്മ ഇക്കയും കൂടെ പോയി. അപ്പോൾ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ഇതായിരുന്നു, നല്ല ചോറും കാന്താരി ചിക്കൻ കറിയും സാലഡും ഒക്കെ ആയിട്ട്. പിന്നെ പരിപ്പിച്ചാറ് ഞാൻ ഒഴിച്ചില്ല കേട്ടോ, ഇങ്ങനെ അങ്ങ് സെർവ് ചെയ്തു. സൂപ്പറായിരുന്നു കേട്ടോ കഴിക്കാൻ, ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതിങ്ങനെ സെർവ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് വേഗം പോവാന്ന് പറഞ്ഞു. അപ്പോൾ ഞാനത് അവിടെ അടച്ചു വെച്ചു കേട്ടോ, കഴിച്ചൊന്നുമില്ല. തിരിച്ചു വന്നിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. എൻ്റെ കഴുത്തിൽ മാല എങ്ങനെയുണ്ട്, സൂപ്പറായിട്ടില്ലേ? ഇന്നലെ ഞാൻ അതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, കാണാത്തവരുണ്ടെങ്കിൽ പോയി കണ്ട് സപ്പോർട്ട് ചെയ്യുക. ആവശ്യമുള്ളവർ മേടിക്കുക കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ആ ഒരു മാല. നമ്മളെ തൊട്ടടുത്ത് തന്നെ സ്കൂളിലാണ് കേട്ടോ നമ്മൾ വോട്ടിന് പോയിട്ടുണ്ടായിരുന്നത്. ഒട്ടും തിരക്കില്ല, വോട്ട് കഴിഞ്ഞ് തിരിച്ചു വന്നു. പിന്നെ എല്ലാവരും കൂടെ ഇരുന്ന് ഫുഡെല്ലാം കഴിച്ച് കുറേ സമയം ഉറങ്ങുകയൊക്കെ ചെയ്തു. ഇനി ഡിന്നർ പുറത്ത് പോയി കഴിക്കാമെന്ന് ഇക്ക പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റുകയാണെങ്കിൽ എടുക്കാം, ഇല്ലെങ്കിൽ നമുക്കിതാ ഇങ്ങനെയൊക്കെ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് പോകാം. ഇന്നത്തെ വ്ളോഗ് കേട്ടോ. ഇന്നത്തെ വ്ളോഗ് അങ്ങനെ വലിയ വ്ളോഗൊന്നുമല്ല. പിന്നെ ഈവനിങ് ഞാൻ 2-3 ദിവസമായിട്ട് കയ്യിൽ കിട്ടിയ ഈ ഒരു ഐറ്റം ഉണ്ടല്ലോ അത് കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. എൻ്റെ ഭയങ്കര ഫേവറേറ്റ് ആണ്. ഇപ്പോൾ എനിക്ക് കിട്ടാൻ തുടങ്ങിയപ്പോൾ ഇത് 2ാമത്തെ ബോട്ടിൽ കിട്ടി. 7ാം ക്ലാസ്സിൽ ലാസ്റ്റും ഫസ്റ്റും കഴിച്ചത്. പിന്നെ ഇപ്പം എനിക്ക് ഈ ഒരു വർഷം തന്നെ 2 ബോട്ടിൽ കിട്ടി. ഞാൻ അത്യാവശ്യം കഴിക്കുകയും ചെയ്തു. ഇതൊക്കെ ഞങ്ങൾ ചെയ്ത് പഴകിയ സാധനങ്ങളാടോ. ഇതുകൊണ്ട് പല രീതിയിലാക്കാൻ പറ്റും. അങ്ങനെ തന്നെ ഓക്കെ മതി, വയ്ക്ക. അപ്പൊ അവൻ വന്നത് കണ്ടില്ലേ, ആ ഒരു ചന്ദനത്തിരി വെച്ചിട്ട് പല ഷേപ്പിൽ ഇങ്ങനെ ഓരോ സാധനങ്ങളാക്കില്ലേ. നമ്മൾ അതൊക്കെ ചെറുപ്പത്തിൽ നിന്ന് ചെയ്തിട്ടൊക്കെ
ഒക്കെ പഴകിയ സാധനങ്ങളാണ് അല്ലേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അവൻ ചെയ്തപ്പോൾ എനിക്ക് ശരിക്കും നൊസ്റ്റു അടിച്ചു പോയി. ഞാൻ ഇതൊന്നും പിള്ളേർക്ക് ഇതുവരെ കാണിച്ചു കൊടുത്തില്ലല്ലോ എന്നുള്ളൊരു റിഗ്രറ്റും അടിച്ചു പോയി. അവനക്ക് എങ്ങനെ കിട്ടിയത് എന്നുള്ളത് ഒരു ഐഡിയ ഇല്ല കേട്ടോ. പലതും നമ്മൾ കുട്ടിക്കാലത്ത് ചെയ്തിരുന്ന കുറേ കാര്യങ്ങൾ അവർ അതുകൊണ്ട് വരുമ്പോൾ അതുപോലെ കൈകൊണ്ട് നമ്മൾ ഓരോ ഷേപ്പുകളാക്കി വെക്കുമല്ലോ. ഈ വവ്വാലിൻ്റെ, കിളിൻ്റെ, ഡോഗിൻ്റെ അങ്ങനത്തെയൊക്കെ അതൊക്കെ അവർക്ക് അറിയുന്നുണ്ട്. അപ്പം ഞാൻ തന്നെ ആ ഗന്ധം വിടുന്നുണ്ട്. അപ്പം നമ്മുടെ ഇന്നത്തെ വ്ലോഗ് ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. ബൈ.